കർത്താവിന്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്ന എല്ലാ ദൈവജനത്തിനും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ് ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ച് നിർത്തിയത്. അതിന്റെ തുടർമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഇന്ന് ചിന്തിക്കണം എന്നാണ് കർത്താവിൽ ആശ്രയിക്കുന്നത്. ഇന്ന് അതിന്റെ 11-ാമത്തെ വാക്യം ഞാൻ ആദ്യം വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നാം ആ വേദഭാഗത്ത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ അതിന്റെ 9-ാം വാക്യം മുതൽ നാം കണ്ടു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പി. നാം കണ്ടതുപോലെ പിതാവായിരിക്കുന്ന ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അഥവാ തന്റെ പുത്രനെ സ്നേഹിച്ചു. ആ സ്നേഹം അവിടെ വായിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ അത് തുടർമാനമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സ്നേഹിച്ചതുപോലെ എന്നല്ല, സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതായ ആ സ്നേഹത്തിന് ഒരു വിടവില്ല, ഒരു ഗ്യാപ്പില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ആ തുടർമാനമായ സ്നേഹം അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവ് തന്റെ പുത്രനെ തുടർമാനമായി സ്നേഹിച്ചതുപോലെ തന്നെയാണ് പുത്രൻ നമ്മെയും സ്നേഹിക്കുന്നത്. അതിലും ഒരു തുടർമാനത ഉണ്ട്. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയുന്നതല്ല ആ സ്നേഹം എന്ന് നമ്മൾ കണ്ടു. ഞാൻ ചില വാക്കുകൾ കൂടെ അതിനോട് ചേർത്ത് പറയട്ടെ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ എന്ന് നാം ഇവിടെ വായിക്കുമ്പോ എന്റെ ധ്യാനത്തിൽ വന്ന ഒരു കാര്യം, പിതാവിന് തന്റെ പുത്രനെ സ്നേഹിക്കാതിരിക്കുവാൻ ഒരു കാരണവും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? പിതാവിന് തന്റെ പുത്രനെ സ്നേഹിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ല. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അപ്പോൾ കർത്താവിനെ നോക്കിക്കൊണ്ട്, പുത്രനെ നോക്കിക്കൊണ്ട് പിതാവിന് ഏതെങ്കിലും തരത്തിൽ സ്നേഹത്തിന്റെ കുറവ് കാണിക്കുവാൻ ഇല്ല. എന്നാൽ നാം നമ്മെ തന്നെ ഒന്ന് ഓർക്കുക. നമ്മെ പിതാവിനെ സ്നേഹിക്കുവാനും പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പുത്രന് നമ്മെ സ്നേഹിക്കാതിരിക്കാനും 1000 കാരണങ്ങളുണ്ട്. അല്ലേ? നമ്മെ സ്നേഹിക്കാതിരിക്കാൻ എത്രയോ കാരണങ്ങളുണ്ട്. ഇപ്പോൾ താനിത് പറയുന്നത് തന്റെ കൂടെയുള്ള 11 തന്റെ ശിഷ്യന്മാരോടാണ്. ആ 11 ശിഷ്യന്മാരോട് പറയുമ്പോഴും പിതാവ് പുത്രനെ കാരണം കൂടാതെ അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാൻ കാരണമില്ലാതിരുന്നിട്ട് സ്നേഹിക്കുന്നു. എന്നാൽ കർത്താവ് തന്നെ ശിഷ്യന്മാരെ സ്നേഹിച്ചത് എങ്ങനെയാണ്? അവരിൽ എത്രയോ കുറവുകൾ ഉള്ളവരാണ്, അവരെത്രയോ ബലഹീനരാണ്, ഏതെല്ലാം തരത്തിലുള്ള പോരായ്മകൾ ഉള്ളവരായിരുന്നു ഈ കർത്താവിന് ശിഷ്യന്മാർ. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ തന്നെ തന്റെ അപ്പോസ്തലന്മാരെയും സ്നേഹിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. നാം ഒരു കാര്യം കൂടെ വളരെ നേരത്തേക്ക് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഒന്നുകൂടെ
ഞാൻ ആവർത്തിക്കുകയാണ്. ഈ സ്നേഹവും ഇഷ്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് തന്നെ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവിന് ഇഷ്ടമായി എന്നല്ല. എല്ലാം ഇഷ്ടമായിട്ടല്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ആ സ്നേഹത്തെ അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ്. ഇഷ്ടപ്പെടാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ ആ സത്യം, അതായത് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവരുടെ ചില സ്വഭാവങ്ങൾ, ചില പെരുമാറ്റങ്ങൾ, ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടെ കർത്താവ് അവരെ സ്നേഹിക്കുമ്പോൾ ഒരു പക്ഷേ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതെന്തായിരിക്കും? തെറ്റായിരിക്കുന്ന ഈ പ്രവൃത്തികളെയും കർത്താവിന് ഇഷ്ടമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് അവൻ എന്നെ സ്നേഹിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കും ഉണ്ടാകാറുണ്ട്. അതിലേക്ക് ഞാൻ പിന്നാലെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇഷ്ടപ്പെടുന്നു എന്നല്ല. എല്ലാ പ്രവൃത്തിയും ഇഷ്ടമാണ് എന്നല്ല. പല കാര്യങ്ങളും ഇഷ്ടമില്ലാത്തതുണ്ടാകാം. എങ്കിലും എന്തു ചെയ്യുന്നു? സ്നേഹത്തിന് കുറവുണ്ടാകുവാൻ പാടില്ല. അങ്ങനെ വരുമ്പോ എന്റെ കുറവുകളും എന്നിൽ ഈ പാപങ്ങളും എന്നിൽ മനഃപൂർവമായിരിക്കുന്ന ഈ ലംഘനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ തെറ്റുകളൊന്നും വലിയ തെറ്റായിട്ടൊന്നും ആരും കണക്കിടുന്നില്ല എന്നൊരു ധാരണ നമ്മിലുണ്ടാകും. ആ ധാരണ തെറ്റാണ്. അത് നമ്മിൽ നിന്ന് തിരുത്തപ്പെടേണ്ടതാണ്. എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ എന്നതുകൊണ്ടല്ല എന്നെ സ്നേഹിക്കുന്നത്. എന്നിൽ എത്രയോ പോരായ്മകളുണ്ട്. എന്ന സ്നേഹത്തിന് ആ പോരായ്മകൾ ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇഷ്ടക്കേടിന് ആ പോരായ്മകൾ ഒരു കാരണവും ആണ്. ഇഷ്ടക്കേടുണ്ടാകാം, പക്ഷേ അത് എന്തിലേക്ക് വരാൻ പാടില്ല? സ്നേഹക്കുറവിലേക്ക് വരുവാൻ പാടില്ല. ഈ വേറെ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ അതാണ് നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്നുള്ളത്. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ശിഷ്യന്മാരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഈ സത്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഒരു ചെറിയ വിശദീകരണം എന്ന നിലയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. അതിന്റെ 4 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാനതെല്ലാം വായിക്കുന്നില്ല. അവിടെ സ്നേഹം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ എന്താ സ്നേഹം ചെയ്യുന്നത്? മറ്റുള്ളവരോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ സ്നേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നാം അവിടെ വായിക്കുന്നു, ദീർഘമായി ക്ഷമിക്കുന്നു. അപ്പൊ ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാൻ തക്കവണ്ണം എന്തുണ്ട്? അവിടെ കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു വ്യക്തിയോട് ക്ഷമിക്കത്തക്കവണ്ണമുള്ളതായ പോരായ്മകൾ ആ വ്യക്തിയിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നില്ല? ആ പോരായ്മ കണക്കിടാതെ ആ വ്യക്തിയോട് എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. പിന്നെ നാം വായിച്ചു, ദയ കാണിക്കുന്നു അല്ലെ? അവനോട് കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അർഹിക്കുന്നത് ചില ശിക്ഷയാണ്. അവൻ അർഹിക്കുന്നത് അവനെ മാറ്റി നിർത്തലാണ്. പക്ഷേ സ്നേഹം എന്ത് ചെയ്യുന്നു? അവനെ ശിക്ഷിക്കുന്നതിന് പകരം അവനോട് ദയ കാണിക്കുന്നു. അടുത്ത വാക്യത്തിൽ പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, താഴേക്ക് വരുമ്പോ
ദേഷ്യപ്പെടുന്നില്ല. തികച്ചും ദേഷ്യപ്പെടുവാനുള്ള കാരണമുണ്ട്. ശരിക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കണം ആ വ്യക്തിയോട്, അങ്ങനെയാണ് അവന്റെ പെരുമാറ്റം. പക്ഷേ സ്നേഹം എന്ത് ചെയ്യുന്നില്ല? ദേഷ്യത്തെ മാറ്റുന്നു, ദേഷ്യത്തെ അടക്കി നിർത്തുന്നു. പിന്നെ നാം വായിക്കുന്നൊരു താഴെ വാക്യത്തിൽ എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇത് സ്നേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പൊറുക്കാതിരിക്കാൻ 100 കാരണങ്ങളുണ്ട്, സഹിക്കാതിരിക്കാൻ 100 കാരണങ്ങളുണ്ട്. അയ്യോ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇതെനിക്ക് പൊറുക്കാൻ പറ്റുന്നതല്ല, ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല, ഈ വ്യക്തിയോട് ദയ കാണിക്കാൻ പറ്റുന്നതല്ല, ഇവനോട് കോപിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് 100 വട്ടം നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന കാര്യങ്ങളായാലും ദൈവസ്നേഹത്തിന് ഇതൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞതായ ആ സ്നേഹത്തിന്റെ ആഴമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്നേഹത്തിന് വലിയ മൂല്യമുണ്ട്, അതിന് വലിയ വിലയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത് ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ദേഷ്യപ്പെടുന്നില്ല, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ, ദേഷ്യപ്പെടുന്നതിനും കോപിക്കുന്നതിനും സഹിക്കുന്നതിനും എല്ലാം കാരണമായിട്ടുള്ള പാപങ്ങൾ അത് ശരിയാണെന്നാണോ? അത് ശരിയാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഞാൻ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ സഹിക്കുവാനും ക്ഷമിക്കുവാനും എല്ലാം കാരണമായിരിക്കുന്ന കാരണങ്ങൾ അവനിലില്ല, അല്ലെങ്കിൽ അവനിലില്ല എന്നല്ല, മറിച്ച് എന്നിലേക്ക് പകർന്നു തന്നതായിരിക്കുന്ന ദൈവ സ്നേഹത്താൽ ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, ദയ കാണിക്കുന്നു, ദേഷ്യപ്പെടാതെ സംയമനത്തോടുകൂടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അതാണ് ദൈവസ്നേഹം ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അതാണ് ശിഷ്യന്മാരിലേക്ക് കർത്താവ് പകർന്നു കൊടുത്തതായിരിക്കുന്ന ആ സ്നേഹം എന്ന് പറയുന്നത്. ഇനി അതിന്റെ 11ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:11 ഞാൻ വായിച്ച വാക്യത്തിൽ, എന്റെ സ്നേഹത്തിൽ വസിക്കണമെന്ന് എന്തിനാണ് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കണം. എന്തിനാ എന്റെ സ്നേഹത്തിൽ വസിക്കണമെന്ന് പറഞ്ഞത്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താ സംസാരിച്ചത്? എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. അവിടെ എന്റെ സ്നേഹത്തിൽ വസിക്കണം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങളും എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇതെന്തിനാ പറഞ്ഞത്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. എന്തായിരുന്നു കർത്താവിന്റെ സന്തോഷം? എന്തായിരുന്നു കർത്താവിന്റെ സന്തോഷം? പിതാവിനോട് ചേർന്നിരുന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ ഇരിക്കുക എന്നതായിരുന്നു ആരുടെ ഇഷ്ടം, അല്ലെങ്കിൽ സന്തോഷം? കർത്താവിന്റെ സന്തോഷം. തനിക്ക് വേറൊരു സന്തോഷമില്ല. പിതാവായിരിക്കുന്ന ദൈവം എന്താണോ എന്നോട് പറയുന്നത് അതനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുക, അതായിരുന്നു നമ്മുടെ കർത്താവിന്റെ സന്തോഷം. അതിന്റെ അപ്പുറത്ത് വേറെ സന്തോഷം കർത്താവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ കർത്താവ് പറയുന്ന കാര്യം എന്താണ്? എന്റെ ആ സന്തോഷം എന്ത് ചെയ്യപ്പെടണം? അത് നിങ്ങളിൽ ഇരിക്കണം. അത് നിങ്ങളിൽ ഇരിക്കണം എന്നാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്ന റിമൈൻ എന്ന വാക്കാണ്. അത് ഇങ്ങനെയാണ്, ആ സത്യം നിങ്ങളിൽ തങ്ങണം. അത് നിങ്ങളിൽ ഓർമ്മ മാത്രമല്ല, അത് നിങ്ങൾ റിമൈൻ ചെയ്യണം. നിങ്ങളിൽ അത് കുടിയിരിക്കണം, അത് നിങ്ങൾ തങ്ങണം എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയാണോ സന്തോഷിക്കുന്നത്
സന്തോഷം തന്നെ നിങ്ങളിലും ഉണ്ടാകണം. നിങ്ങളിൽ അത് തങ്ങണം, റിമൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നാമും നമ്മുടെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? കർത്താവ് അനുഭവിക്കുന്ന സന്തോഷം നമ്മിലും അത് ഉണ്ടാകുന്നു. മനസ്സിലായോ? കർത്താവ് അനുഭവിക്കുന്ന സന്തോഷം, അത് എന്തിലാണ് ആ സന്തോഷം? അവന് ഈ ഭൂമിയിൽ കിട്ടിയ മാനമോ മഹത്വമോ പുകഴ്ചയോ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷമല്ല. കർത്താവിന്റെ സന്തോഷം എന്തായിരുന്നു? പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനിൽ വസിക്കുമ്പോഴുണ്ടായിരുന്ന സന്തോഷം. നമുക്കുമുണ്ടാകേണ്ട സന്തോഷം അത് തന്നെ ആയിരിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം നമ്മുടെ ഗുരുവിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, ആ സന്തോഷം പൂർണ്ണതയുള്ളതാകണം. ആ സന്തോഷത്തിൽ നമ്മൾ എങ്ങനെയാകണം? പൂർണ്ണതയിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ലഭിച്ചതായ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതായ അല്പമായിരിക്കുന്ന ആ സന്തോഷത്തിൽ നമ്മൾ തൃപ്തരാകരുത്. എന്താകരുത്? എനിക്ക് കർത്താവ് സന്തോഷം തന്നു, അവന്റെ സന്തോഷത്തേക്ക് തന്നിട്ടുണ്ട്, കർത്താവ് അതിൽ നിർത്തിയില്ല. പിന്നെന്താ പറഞ്ഞത്? ആ സന്തോഷത്തിൽ നിങ്ങൾ പൂർണ്ണരാകണം. ഞാൻ പറയട്ടെ, നമുക്ക് ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോ, നമ്മുടെ ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരല്പം കിട്ടിയാൽ നമ്മൾ അതിൽ തൃപ്തരാണോ? ആണോ? വല്ലപ്പോഴും ഒരു ജോലി കിട്ടിയാൽ നമ്മൾ തൃപ്തരാണോ? അല്ല. വല്ലപ്പോഴും ശരീരത്തിനൊരു സുഖം, അതിൽ നമ്മൾ തൃപ്തരാണോ? അല്ല. ഒരു സൗകര്യവുമില്ലാത്തൊരു വീട്ടിൽ പാർക്കുക, നമ്മൾ തൃപ്തരാണോ? അല്ല. നമ്മൾ ചെറിയൊരു വിദ്യാഭ്യാസം മതി എന്ന് നമ്മൾ വിചാരിക്കുമോ? ഇല്ല, അതിൽ നമ്മൾ തൃപ്തരല്ല. അപ്പോൾ ഭൗതികമായിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ തൃപ്തിക്ക് വേണ്ടി ജോലി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോലി തേടി പിടിക്കും, ഇല്ലേ? വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാൽ ആവോളം അത് അഭ്യസിക്കുവാൻ നമ്മൾ ശ്രമിക്കും. ആരോഗ്യമില്ലെങ്കിൽ നല്ല ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആവോളം അതിനു വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ ഭൗതികമായിരിക്കുന്ന അല്പമായിരിക്കുന്ന കാര്യങ്ങളിൽ, താൽക്കാലികമായിരിക്കുന്ന കാര്യങ്ങളിൽ നാം തൃപ്തരാകാതെ അത് എത്രത്തോളം നേടുവാനായിട്ട് കഴിയുമോ അത്രത്തോളം നേടുവാൻ നാം ശ്രമിക്കുന്നവരാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാം അത് ചെയ്യും. സമയം ചെലവാക്കണോ, ആരോഗ്യം നഷ്ടമാക്കണോ, യാത്ര ചെയ്യണോ, ഇതെല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ ഇവിടെ നാം വായിച്ചതെന്താ? നിങ്ങൾക്ക് കർത്താവ് തന്നതായ ആ സ്നേഹത്തിൽ, ആ സന്തോഷത്തിൽ നിങ്ങൾ എന്താകരുത്? തൃപ്തരാകരുത്. ഇനി എന്ത് ചെയ്യണം? അതിന്റെ പരിപൂർണതയിലേക്ക് നിങ്ങൾ വരണം. ആ പരിപൂർണത എങ്ങനെ ലഭിക്കുക? അത് കർത്താവിൽ വസിക്കുമ്പോഴേ കിട്ടുള്ളൂ. അവനിൽ, നാം കൊലോസ്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവനിൽ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുന്നു എന്നാണ്. അവനിൽ മാത്രമേ ഈ പരിപൂർണത കിട്ടുകയുള്ളൂ. അവനോടുകൂടെ നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്നാണ്. അപ്പോൾ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമേ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടാകുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിലേക്ക് വരാം. ഒരു വാക്യം, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു വാക്ക്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിൽ 29-ാം വാക്യം, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവന്റെ സന്തോഷം പൂർത്തിയായി. ആരുടെ? അവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ചല്ലേ പറയുന്നത്? അതെ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇപ്പോൾ ഈ എന്റെ സന്തോഷം പൂർത്തിയായി. എപ്പോഴാണ് ആ സന്തോഷം പൂർത്തിയായത്? മണവാളന്റെ സ്വരം കേട്ടിട്ട്.
മണവാളനോട് കൂടെ നിന്ന് മണവാളനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിന്ന് ആ സ്വരം കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കും. തന്റെ ജീവിതം ഇനി ഏറെ കാലമില്ല എന്നുള്ളത് ആർക്ക് മനസ്സിലായിട്ടുണ്ട്? യോഹന്നാൻ സ്നാപകന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ തന്റെ സന്തോഷ പരിപൂർണത എന്ന് പറയുന്നത് തന്റെ കൂടെ ശിഷ്യന്മാരുണ്ടായതല്ല, താൻ കർത്താവിനെ സ്നാനപ്പെടുത്തി എന്നുള്ളതല്ല, തന്നെ കൂടെ അനുയായികൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് മണവാളന്റെ സ്വരം കേട്ട് അവന്റെ കൂടെ ഇരിക്കുവാൻ ലഭിച്ചതായ ആ പദവിയെയാണ് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് തന്നെ എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ലോകം തരുന്ന താൽക്കാലികമായതിൽ നാം സന്തോഷത്തിന്റെ പരിപൂർണത കണ്ടെത്താൻ ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമ്മെ വിട്ട് പോകുമെന്ന കാര്യം ഓർത്തുകൊള്ളുക. എന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ വലിയ സന്തോഷം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതെന്താ? നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്താണ് അതിന്റെ രഹസ്യം? താൻ ഇവിടെ കിടക്കുന്നത്, താൻ കാരാഗ്രഹത്തിലാണ്, സന്തോഷിക്കുവാനുള്ള ഒരു കാരണവും തനിക്കില്ല. പക്ഷേ ഏറ്റവും വലിയ കാരണം എന്താണ്? അവിടെയും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നതായിരുന്നു അവന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയുടെ കാരണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ സ്നേഹത്തിൽ, നാം പാട്ട് പാടിയപ്പോൾ ആ പാട്ടിൽ അതിന്റെ ആശയം വന്നിട്ടുണ്ട്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കണം. എന്തിനു വേണ്ടിയാണ് വസിക്കുന്നത്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം, ആ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകണം. പരിപൂർണമായിരിക്കുന്ന സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള അധ്വാനം നമ്മിലുണ്ടാകണം. ഈ ആത്മീകമായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രയത്നിക്കണം. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊരു തിടുക്കമാണ്. ഓരോ കാര്യങ്ങളും അന്വേഷിക്കാനും പിടിക്കാനും പഠിക്കാനും പണിയാനും പോകാനും വരാനും എല്ലാം നമുക്ക് തിരക്കാണ്. പക്ഷെ അത് ഒരു പോരായ്മ ആത്മീയ ജീവിതത്തിൽ വന്നു എന്നറിഞ്ഞാലോ അതിനെ പരിഹരിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ നമ്മൾ പോംവഴികൾ കണ്ടെത്താറുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ വചന പഠനത്തിൽ, സുവിശേഷം അറിയിക്കുന്നതിൽ, അന്യോന്യം സ്നേഹിക്കുന്നതിൽ എവിടെയാണോ വീഴ്ച വന്നത് അതിനെ പരിഹരിച്ച് എനിക്ക് എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ വസിച്ച് ആ സന്തോഷത്തിന്റെ പരിപൂർണതയിൽ എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് വന്നേ മതിയാകുള്ളൂ. അതിലേക്ക് നമ്മൾ വരണം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. എന്റെ കൽപ്പനയാണത്. കൽപ്പനാ ലംഘനം എന്താണ്? കൽപ്പനാ ലംഘന പാപമാണ്. എന്താ കർത്താവിന്റെ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോ കർത്താവ് അന്ന് ആ മാളിക മുറിയിൽ എത്ര പേരെ സ്നേഹിച്ചു? അവിടെ എത്ര പേരുണ്ടായി? അവിടെ 11 പേര് അപ്പേ ഉള്ളൂ. ഇത് പറയുമ്പോൾ 11 പേരേ ഉള്ളൂ. ആ 11 പേരെയും എന്ത് ചെയ്തു? കർത്താവ് സ്നേഹിച്ചു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുമ്പോ എത്ര പേരെ സ്നേഹിക്കണം? പത്രോസ് എത്ര പേരെ സ്നേഹിക്കണം? ഈ 10 പേരെ സ്നേഹിക്കണം. യാക്കോബ് എത്ര പേരെ സ്നേഹിക്കണം? ബാക്കി 10 പേരെ സ്നേഹിക്കണം. യോഹന്നാൻ എത്ര പേരെ സ്നേഹിക്കണം? ഈ ബാക്കി 10 പേരെ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അവിടെയല്ലേ പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ ആ സ്നേഹം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഞാൻ നിങ്ങളെങ്ങനെ സ്നേഹിച്ചത്? പത്രോസിനെ വലിയ ആളായിട്ട് കണ്ട് യാക്കോബിനെ ചെറിയ ആളായിട്ട് കണ്ടല്ല ഞാൻ സ്നേഹിച്ചത്. ആണോ?
അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം കടന്നു വന്ന പാരമ്പര്യം ഏതോ യാക്കോബായാണോ കത്തോലിക്കയാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടൊന്നും അല്ല. അവരെ മുക്കുവന്മാരായിട്ട് വന്നവരുണ്ട്. മത്തായിയെ പോലുള്ളവർ എവിടെയാ? ചുങ്കസ്ഥലത്തിരുന്നവരുണ്ട്. എല്ലാവരും ഒരു സ്വഭാവക്കാരൊന്നുമല്ല, പല സ്വഭാവക്കാര്, പല പാരമ്പര്യക്കാര്. കർത്താവ് അവരെ സ്നേഹിച്ചതിന് എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഒരു മാറ്റം വരുത്തിയില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു ഏതുപോലെ എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ 11 പേരെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ 10 പേരെ വീതം നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം. യാക്കോബിന്റെ നിറം നിങ്ങൾ നോക്കരുത്, യോഹന്നാന്റെ കുലം നിങ്ങൾ നോക്കരുത്, പത്രോസിന്റെ തൊഴിൽ നിങ്ങൾ നോക്കരുത്. അന്യോന്യം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. മാത്രമല്ല, പിതാവ് പുത്രനെ സ്നേഹിച്ചെന്ന് നാം പറഞ്ഞു, അത് തുടർമാനമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കണമെന്നാ? ഞാൻ ഒരാഴ്ച സ്നേഹിച്ചു, പിന്നെ സ്നേഹിക്കാൻ എനിക്ക് മനസ്സില്ല. ഈ ആഴ്ച എനിക്ക് ഞാൻ വചനമൊക്കെ കേട്ടു, ഇത് ഇന്ന് കേട്ടു, സ്തോത്രം, നല്ലതായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. ഇന്ന് എന്തായാലും വേണ്ടില്ല, ഇന്ന് ഉള്ളിലെ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സ്നേഹിക്കണം. ഓക്കെ, 2 ദിവസം കഴിയുമ്പോഴോ? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്നേഹവും ഈ ക്ലാസ്സും ഈ കേട്ടതൊക്കെ മറന്ന് വീണ്ടും പഴയപടിയായി. അതല്ല കർത്താവ് പറഞ്ഞേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, നിങ്ങളെ തുടർമാനമായി ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം എന്ത് ചെയ്യണം? തുടർമാനമായി നിങ്ങൾ സ്നേഹിക്കുവാൻ ഇടയാകണം. നേരത്തെ നമ്മൾ കണ്ടു, കർത്താവിന് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ 100 കാരണമുണ്ട്. കർത്താവിന് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കുണ്ടാകാം. അന്യോന്യം സ്നേഹിക്കാതിരിക്കാൻ എന്നെ നോക്കിയാൽ ഒരു 100 കാരണം നിങ്ങൾക്ക് പറയാൻ കാണും. വിലാസോറിനെ സ്നേഹിക്കാനും പറ്റില്ല. ശരിയാണ്, സത്യമാണ്. എന്നെ നോക്കുമ്പോ നിങ്ങൾക്ക് 100 കുറ്റങ്ങൾ പറയാനായിട്ട് കാണും. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഏലിയാസിനെ സ്നേഹിച്ചേ പറ്റൂ. നിങ്ങൾ ഏലിയാസിനെ സ്നേഹിച്ചേ പറ്റൂ. കാരണം അത് ആരുടെ കൽപ്പനയാണ്? അത് കർത്താവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ലംഘിക്കുകയാണോ? അതെന്താണ്? അത് പാപമാണ്. അത് ശിക്ഷയ്ക്ക് അർഹമായിരിക്കുന്ന പാപമാണ് എന്നുള്ളത് നാം ഓർക്കണം. ഇനി 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരട്ടെ. അതിന്റെ 4 മുതൽ 8 വരെ ഉണ്ടായിരിക്കുന്ന വാക്യങ്ങളിൽ ഇനി സ്നേഹിക്കാൻ കാരണമുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ സ്നേഹിക്കില്ല. അവിടെയും സ്നേഹം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സ്നേഹിക്കാൻ കാരണമുണ്ടെങ്കിലും സ്നേഹിക്കണവനെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? സ്നേഹിക്കില്ല. അതെന്തായിരിക്കും? അതിനും അവിടെ ഒരു വാക്യമുണ്ട്. ഒന്ന്, സ്പർദ്ധ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധിക്ക് ജലസ് എന്ന വാക്കാണ്. അസൂയപ്പെടുന്നില്ല. എനിക്ക് എന്റെ പിള്ളേരെ സ്നേഹിക്കാൻ പറ്റാത്ത അസൂയ. എനിക്ക് അസൂയ. എനിക്കുള്ളതിൽ എനിക്ക് അസൂയ. അത് സ്നേഹം ചെയ്യുന്ന കാര്യമല്ല. സ്നേഹം എന്താ ചെയ്യുന്നത്? അസൂയപ്പെടുന്നില്ല എന്നാണ്. ഞാൻ എന്തിനാ വെറുതെ ദൈവദാസനോട് അസൂയപ്പെടുന്നത്? എന്തിനാ ഞാൻ അസൂയപ്പെടുന്നത്? എനിക്ക് എന്താ ഇല്ലാത്തത്? ഞാൻ ഇന്നലെയാണോ മിനിഞ്ഞാന്നോട് ഒരു സന്ദേശം കിട്ടും. നാം നമ്മിലുള്ളതിനെ നോക്കിയാൽ, നമ്മുടെ കുറവുകളെ നാം കണ്ടെത്തിയാൽ, പിന്നെ വേറൊരാളുടെ പിന്നെ നമ്മളാരും തിരിക്കാനൊന്നും നമ്മൾ പോകില്ല. എനിക്കെന്തിന്റെ കുറവ് ദൈവദാസനെതിരെ ഇങ്ങനെ അസൂയപ്പെടാനായിട്ട്? തന്റെ വളർച്ചയിൽ തനിക്കുള്ളതിൽ ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? എനിക്കെന്തിന്റെ കുറവ്? ഇങ്ങനെ നാം ഓരോരുത്തരും ചിന്തിച്ചാൽ അവിടെ പിന്നെ എന്തില്ല? അവിടെ പിന്നെ സ്നേഹത്തിന് കുറവില്ല. അവിടെ അസൂയയ്ക്ക് സ്ഥാനമില്ല. അപ്പൊ സ്നേഹം ചെയ്യുന്ന കാര്യം എന്താണ്? അസൂയപ്പെടുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹം നിഗളിക്കുന്നില്ല. എന്താ നിഗളം? എന്താണ്? എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട് എന്നുള്ള തോന്നൽ. ആ ഭാവമാണ് എനിക്കെന്തൊക്കെ ഉണ്ട്, ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളതായ ആ നിഗളം. സ്നേഹം എന്ത് ചെയ്യില്ല? നിഗളിക്കില്ല. കാരണം എന്താണ്? ഈ സ്നേഹം ആര് തന്നതാ? ദൈവമാണ്. അയോഗ്യനായിരുന്ന എന്നെയാണ് ദൈവം സ്നേഹിച്ചത്. അങ്ങനെയെങ്കിൽ പിന്നെ എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എന്തിനാ വെറുതെ നിഗളിക്കുന്നത്? നിഗളം എന്താണ്?
അതാണ് ദൂതനെ പിശാചാക്കി മാറ്റിയ പാപമാണിത്, നിഗളം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്നതിനെ കുറിച്ച് നാം ഒരു കാരണവശാലും നിഗളിക്കണ്ട. പിന്നെ സ്നേഹം ചെയ്യാത്ത മറ്റൊരു കാര്യം എന്താണ്? ചീർക്കൽ. എന്താ ചീർക്കല്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ തവള വീർത്തിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലെങ്കിലും വലിയ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഞാനും ഈ വണ്ടീനെ നേരിടാൻ ശക്തനാണെന്നുള്ള നിലയിൽ ചീർത്തുന്നതിനൊക്കെ ഒരു പൊട്ടും വെക്കും. അതാ ഈ ചീർക്കല്. ഇല്ലാത്ത കാര്യത്തിന് ചീർക്കുകയാണ്. പക്ഷെ സ്നേഹമുള്ളവന് എന്നുണ്ടാവില്ല, ഈ ചീർക്കലുണ്ടാവില്ല. അത് ചിലരൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മാനം കിട്ടിത്തുടങ്ങിയാൽ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ കിട്ടിത്തുടങ്ങിയാൽ പിന്നെ നിലത്തൊന്നുമല്ല. ഈ ചീർക്കലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൽ ആ ചീർക്കൽ ഉണ്ടാകുന്നില്ല. പിന്നെ സ്വാർത്ഥത. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്നാണ്. തന്റെ കാര്യം മാത്രം ചിന്താവാം, മറ്റൊരുത്തന്റെ കാര്യവും എന്നില്ല. അവനെല്ലാം എനിക്ക് എന്റെ കാര്യം, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യം എന്നുള്ളതായിരിക്കുന്ന ഒരു നിലപാട്. പിന്നെ ദോഷം മാത്രം കണക്കിടുന്നു. സ്നേഹമില്ലെങ്കിൽ എന്ത് ചെയ്യും? ദോഷം മാത്രം കണക്കിടും. ഒരു 100 നന്മയുണ്ട്, പക്ഷെ അതൊന്നും മിണ്ടില്ല. ഒരു കുറ്റം കണ്ടാൽ അത് പൊക്കി പറയും. ദോഷം മാത്രം കണക്കിടുന്ന നമ്മുടെ ഒരു ദുഷിച്ച സ്വഭാവമുണ്ട്. എന്നിലുമുണ്ടത്. നമ്മിലെല്ലാമുള്ള ഒരു ദുഷിച്ച സ്വഭാവമാണ്. എന്നാൽ ദൈവസ്നേഹം ഉള്ള ഒരു വ്യക്തിയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുവാൻ കാരണമുണ്ടെങ്കിലും നമ്മുടെ അസൂയ, നമ്മുടെ ചീർക്കൽ, നമ്മുടെ നിഗളം, നമ്മുടെ അഹങ്കാരം ഒക്കെ എന്ത് ചെയ്തു? സ്നേഹത്തിൽ നിന്ന് നമ്മെ ഇങ്ങോട്ട് പുറകോട്ട് മാറുകയാണ്. നമ്മുടെ ഈഗോ എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടില്ലേ? ഇന്ന് ഈശോയെ മാറ്റി ഈഗോ വന്നതുകൊണ്ടാണ് സഭയിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞു. ഈശോയെ മാറ്റിയിട്ട് ഈഗോ വന്നു കൂടി. ഇതാ ഇന്നത്തെ പ്രശ്നം. നമ്മുടെയൊക്കെ എന്തൊക്കെയോ ഏതൊക്കെയോ ആണ് എന്നുള്ള വ്യർത്ഥമായിരിക്കുന്ന ചില ചിന്തകൾ നമ്മെ അങ്ങ് അടിമപ്പെടുത്തിയിരിക്കുക. അതൊക്കെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് നിറയുവാണ്ടൊക്കെ വണ്ണം നമ്മെ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു കൽപ്പനയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. സ്വഭാവം വെച്ച് നോക്കിയാൽ, പെരുമാറ്റം വെച്ച് നോക്കിയാൽ, വായിൽ നിന്ന് പുറത്തു വീഴുന്നത് നോക്കിയാൽ ചിലപ്പോൾ സ്നേഹിക്കുവാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ എന്തോ ചെയ്തേ മതിയാകൂ? സ്നേഹിച്ചേ മതിയാകും. അടുത്ത വാക്യം 13 കർത്താവ് പറഞ്ഞതെന്താ? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ, അത് ലോകത്തിൽ സാധാരണ മനുഷ്യർ പറയുന്ന ഒരു ചൊല്ലാണ്. ഒരു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത് ഏറ്റവും വലിയ സ്നേഹം. ആരാത് ചെയ്യണേ? ഉണ്ടോ? ആരുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കർത്താവ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിതന്മാർക്ക് വേണ്ടി മരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെ ആ വാക്കിന്റെ ഒരു ആശയം ഞാൻ നിങ്ങളോട് പറയാം. ആ വാക്കിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ലേ ഡൗൺ അല്ലെങ്കിൽ സാക്രിഫൈസ് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരുടെ മുമ്പിൽ എന്ത് വേണം? കീഴടങ്ങണം. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ സഹിക്കണം. സ്നേഹം നിലനിർത്താൻ ഇത് രണ്ടും ആവശ്യമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. നിങ്ങൾ എല്ലാവരും അന്യോന്യം, അവിടെ ആണെന്നോ പെണ്ണെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ദാസനെന്നോ യജമാനെന്നോ ഭാര്യയെന്നോ ഭർത്താവെന്നോ ഇല്ല. നിങ്ങൾ അന്യോന്യം. ഇതെങ്ങനെ പറ്റുക? അത് ദൈവസ്നേഹത്തിൽ നിന്ന് മാത്രമേ അത് കഴിയുകയുള്ളൂ. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിൽ ഈ സ്നേഹം നിലനിർത്തുവാൻ എന്ത് ചെയ്തേ പറ്റൂ? ഒരു കീഴടങ്ങലിന്റെ, തന്നെത്താൻ താഴ്ന്നതിന്റെ, അന്യോന്യം ബഹുമാനിക്കുന്നതിന്റെ,
അന്യോന്യം കീഴടങ്ങിയിരിക്കുന്നതിന്റെ ആ മനോഭാവം നമ്മിലുണ്ടാകണം. രണ്ട്, അവരെ എന്ത് ചെയ്യണം? സഹിക്കുവാൻ, സാക്രിഫൈസ് ചെയ്യുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ മനസ്സുണ്ടാകണം. ചിലരൊന്നും സഹിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ കഴിയാത്തവരായിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? നാം അത് ചെയ്യണം. സാക്രിഫൈസ്, സഹിക്കണം, നഷ്ടങ്ങൾ സഹിക്കണം എന്നുള്ളതാണ്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. ലോകം എന്താ പറയുന്നത്? സാധാരണ സ്നേഹിതന്മാർക്ക് വേണ്ടി മരിക്കുന്നതാണ് സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ്. അതാണ് സ്നേഹിതൻ എന്ന് പറയാറാ. സ്നേഹിതന് വേണ്ടി മരിക്കുന്നവൻ, അവനാണ് സ്നേഹിതൻ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ? നിങ്ങൾ എന്റെ കൽപ്പനകൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാ. നിങ്ങൾ എനിക്ക് വേണ്ടി മരിക്കണമെന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്താൽ മതി. എന്താ കർത്താവ് കൽപ്പിച്ചേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത്? എന്റെ സ്നേഹിതന്മാരാണ്. താഴെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോ കുറച്ചുകൂടി നമുക്ക് രസാവഹമാണ്. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരായി കാണുന്നില്ല. കാരണം എന്റെ പിതാവിൽ നിന്ന് കേട്ടത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. ആരാ സ്നേഹിതൻ? ഇവിടെ കർത്താവ് പറയുന്നത്, പിതാവിൽ നിന്ന് കേട്ടതെല്ലാം തന്നെ ഒന്നും മറച്ചു വയ്ക്കാതെ നിങ്ങളോട് പറഞ്ഞു തന്നവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരാ എന്റെ? അപ്പൊ സ്നേഹിതനാരാ? സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? അതെ, ഓക്കെ, കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണ് സ്നേഹിതന്മാർ. ഒരു വരി കൂടെ കർത്താവ് കൂട്ടി പറഞ്ഞല്ലോ. എന്ത്? പിതാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല, ഒരു കാര്യം അവിടെ ഒളിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ആരാ സ്നേഹിതന്മാര്? നിങ്ങൾ സ്നേഹിതന്മാരാണെന്ന് ആ 11 അപ്പോസ്തലന്മാരെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഇത് നമുക്ക് ബാധകമാണല്ലോ. ആണ്. അങ്ങനെയെങ്കിൽ സത്യത്തിൽ ആ വചനത്തിന്റെ അകത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ആരാണ്? നമ്മൾ തമ്മിൽ ആരാണ്? നമ്മൾ തമ്മിൽ ആരാ? നമ്മൾ സ്നേഹിതന്മാരാണ്. സ്നേഹിതന്മാരാരാ? ഒന്നും മറച്ചു വയ്ക്കാത്തവർ. ഞാനത് ഓർത്തപ്പോ ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഒരുപാട് കാര്യങ്ങൾ മറന്നു എന്ന് പറഞ്ഞാൽ, ഒരു കാര്യവും മറച്ചു വെക്കാത്തവരാണ് ആര്? നമ്മൾ എന്തെങ്കിലും തുറന്ന് പറയുന്നവരുണ്ടോ ഇന്ന്? അതല്ലേ രസം. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുമോ? നമ്മുടെ ജീവിതത്തിലുള്ള 100 കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. പണ്ടൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു കുടുംബത്തിലോ ഒരു വ്യക്തിയിലോ സഭയിലോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊക്കെ അന്യോന്യം പങ്കുവെക്കും. അത് സാമ്പത്തികമാകട്ടെ, രോഗമാകട്ടെ, കുടുംബകാര്യങ്ങളാകട്ടെ, വിവാഹമാകട്ടെ, എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യമാകട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? ഇതിനൊരാലോചന ചോദിക്കും, അന്യോന്യമൊന്ന് പങ്കുവെക്കും. നാം അതിൽ നിന്നൊക്കെ എന്തുമാത്രം പുറകോട്ട് പോയി. എവിടെ സ്നേഹം? ആരാ ഈ സ്നേഹിതന്മാര്? വല്ല ബന്ധമുണ്ടോ? കാണുമ്പോൾ കൈവരുന്നു, ഒരുമിച്ച് അപ്പം നുറുക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പലതും ചെയ്യുന്നു. പക്ഷേ സ്നേഹിതന്മാരാണോ എന്ന് കർത്താവിന്റെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുക. എത്രയോ കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നു, ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ആരെങ്കിലും വന്ന് തന്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ കേൾക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, മറ്റൊരാളുടെ കാര്യം കേൾക്കാൻ പോലും നമുക്ക് സന്തോഷമില്ല. ഞാനീ പറയുന്ന സത്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എത്ര കാലമായി നമ്മുടെ ഹൃദയം നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് സഹോദരിമാരോട് ഒന്ന് തുറന്നിട്ട്?
അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് അവനോട് കാര്യം നോക്കിയാ പോരാ. അതല്ല ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത്, അതല്ല. ഞാനിത് വായിച്ചപ്പോ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എവിടെയാ കിടക്കുന്നത്? ദൈവവചനം ഒരു ഭാഗത്ത്, ഞാൻ എവിടെയാ കിടക്കണേ? ഒരറ്റത്താ കിടക്കണേ. ഈ വചനമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ ഇതിനങ്ങ് മനസ്സോടെ തള്ളിക്കളയുകയാണ്. ഇതൊക്കെ ആർക്ക് പറ്റും സഹോദര? ഇത് സാധിക്കുന്ന കാര്യമാണോ? എല്ലാം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പിശാച് കൊണ്ടുവരുന്ന ചിന്ത. നാം പലപ്പോഴും ദൈവവചനത്തിൽ നല്ല സ്വാധീനം, ഈ ലോകമക്കൾക്കും ലോകത്തിന്റെ ശക്തിക്കും നാം വഴങ്ങി പോകുകയാണ് ചെയ്യുന്നത്. എന്തിനാ ഈ വചന പഠനം? ഇത് നമ്മെ തന്നെ തിരുത്തുവാൻ ആവശ്യമുണ്ട്, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവര്, കർത്താവ് പറഞ്ഞു, എന്റെ പിതാവിനോട് ഞാൻ കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങൾ ഇനി എന്റെ ദാസന്മാരല്ല, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ ആണ്. പ്രിയപ്പെട്ടവരെ, എന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നാം നേരത്തെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞപ്പോൾ ആ വാക്യം വായിച്ചതാണ്. എന്നാൽ ഈ കോണ്ടക്സ്റ്റിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന നിലയിൽ നിങ്ങൾ ഫലം കായ്ക്കണം. നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന നിലയിൽ നിങ്ങൾ ഫലം കായ്ക്കണം. എങ്ങനെ? അന്യോന്യം നിങ്ങൾ സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിതന്മാരായി നിങ്ങൾ അന്യോന്യം കാണണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ത്യകാല ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, അനേകരുടെ സ്നേഹം തണുത്തു പോകും. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അനേക സ്വാർത്ഥന്മാരായിട്ട് മാറും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരമുണ്ടാകണം. നാം ഈ സ്നേഹിക്കുന്ന വിഷയത്തിൽ സ്നേഹിതന്മാർ എന്ന നിലയിൽ നാം ഏക മനസ്സോടുകൂടെ കർത്താവിന്റെ വചനങ്ങൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിച്ച് അന്യോന്യം സ്നേഹിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ നാം ഫലം കായ്ക്കും. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അവിടെയും നമ്മൾ ആ സന്തോഷത്തെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലേ? ആത്മാവിന്റെ ഫലം നിറഞ്ഞവരായി, ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി, സ്വാർത്ഥതയൊക്കെ വെടിഞ്ഞ്, ഞാനെന്ന ഭാവം വെടിഞ്ഞ് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കർത്താവിന്റെ വചനം എന്ത് പറയുന്നു അതനുസരിക്കാനുള്ളതായിരിക്കുന്ന മനസ്സ് നമുക്കുണ്ടാവട്ടെ. അധികം കേട്ടവനോട് അധികം ചോദിക്കും. സത്യമായ കാര്യമാണ്. അതിന്റെ ഒടുവിലെ വാക്ക് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എന്തിനു വേണ്ടി? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെയല്ലേ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതെന്ന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഏതാ കൽപ്പിച്ചത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന നിലയിൽ നിങ്ങൾ എനിക്കായി ഫലം കായ്ക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിനാ ഞാൻ ഈ കൽപ്പന തന്നതെന്ന് വീണ്ടും പറയുകയാണ്. ഈ കൽപ്പന ഞാൻ തന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ, വെറുക്കാൻ വേണ്ടിയിട്ടല്ല, അകലാൻ വേണ്ടിയിട്ടല്ല, അടുക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ക്രിസ്തീയ നിലവാരം നമ്മുടെ കർത്താവ് തന്റെ മാളികാമുറി പ്രഭാഷണത്തിൽ തന്റെ അടിമ ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയ ആ സന്ദേശമാണ് നമ്മെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവും കേൾപ്പിച്ചത്. അവർ അതിന് വിധേയപ്പെട്ടു എന്നുള്ളത് പിൽക്കാല ചരിത്രം സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തിലോ നാം എവിടെ കിടക്കുന്നു? നമ്മുടെ കുറവുകൾ ഏറ്റുപറയാം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.